ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബീറ്റ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സിത്താര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ഫേസും നെക്കും ഒക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതാഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇത് ഫേസിലും നെക്കിലും തേച്ച് പിടിപ്പിക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഫേസ് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് NYbaeയുടെ പ്രൈമറാണ്. ഫേസിലും നെക്കിലും നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Maybelline Fitയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. നല്ലൊരു ഫൗണ്ടേഷനാണ്, നല്ലൊരു ഫ്ലോലെസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫൗണ്ടേഷനാണിത്. ഡോട്ടായിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഫേസിലും നെക്കിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാനിത് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുകയാണ്. നമ്മൾ ബ്ലെൻഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും ഒരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ അണ്ടർ ഐ ഏരിയയും അതുപോലെ തന്നെ ഈ പിമ്പിൾസിൻ്റെ മാർക്കുള്ളത് ഈ മൗത്തിൻ്റെ സൈഡിലുള്ള ഡാർക്കൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് കൺസീൽ ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് NYbaeയുടെ തന്നെ കൺസീലറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കൺസീലറും അപ്ലൈ ചെയ്ത് ഇനി നല്ല രീതിയിൽ ഇതും ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Maybelline Newyorkൻ്റെ പൗഡർ ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ ഫേസിലും നെക്കിലും നല്ല രീതിയിൽ കവർ ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഞാൻ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പിങ്കിഷ് കളറിന് വേണ്ടിയിട്ട് M&Mൻ്റെ ഒരു ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡും ഡീറ്റെയിൽസും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിക്കായിട്ടുള്ള ഐബ്രോ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നോർമൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കുകയേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഐബ്രോ അത്രയും ഷേപ്പ് അല്ല. ഇപ്പോൾ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ കജലാണ്. കണ്ണിൻ്റെ താഴെ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ലൈറ്റായിട്ട് മാത്രമാണ് കോർണറിൽ വരയ്ക്കുന്നത്. മുകളിലത്തെ ഭാഗം അവർ വരച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുകളിൽ വരയ്ക്കുന്നില്ല. ഫോൾസ് ഐലാഷസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പകരം ഞാൻ മസ്കാര, ഒരു നോർമൽ മസ്കാരയാണിത്. ഐടെക്സിൻ്റെ ഡാസ്ലർ മസ്കാരയാണിത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈറ്റായിട്ടും ഒരു ന്യൂഡ് ഷെയ്ഡ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുകയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ലൈറ്റായിട്ട് മാത്രം കണ്ണിൻ്റെ പോളയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഷിമ്മറി ഷെയ്ഡാണിത്. ഇനി ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇത് NYbaeയുടെ ലിപ്സ്റ്റിക്കാണ്. ചിക് camella 8 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കളറൊന്നും ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഒരു ലിപ് ക്രയോണും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കളറൊന്ന് ബാലൻസ് ചെയ്യുകയാണ്. അതും NYbaeയുടെ തന്നെ ഒരു ലിപ് ക്രയോണാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീറ്റ് ദ ക്ലാസിക് 14 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. ഇനി ഒരു ബ്ലാക്ക് കളർ ബിന്ദിയാണ് ഞാൻ ഇടുന്നത്. അടുത്തതായിട്ടും ഞാൻ ഒരു ജുംക്കയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നോർമൽ ജുംക്കയാണ്. ആ ലുക്കിനെ ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ അനാർക്കലി കുർത്തിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ കുറച്ച് കേളിയാണ്, അതുകൊണ്ട് അത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.